UDF നിയന്ത്രണത്തിലുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം തുടരുന്നു. മുഖ്യ സൂത്രധാരനായ പേരാമ്പ്ര ചേന്നോളി സ്വദേശി റിനീഷിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. ജ്വല്ലറിയിലും സ്വകാര്യ ബാങ്കുകളിലും എത്തിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. കോൺഗ്രസിനെയും UDFിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു വടകരയിലെ കടത്തനാട് സൊസൈറ്റിയിലെ ക്രമക്കേട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി N രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. സ്വർണം പണയം വെച്ച പയ്യോളിയിലെ സ്വകാര്യ ബാങ്കുകളിലും സ്വർണം വിൽപ്പന നടത്തിയ വടകര സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപത്തെ ജ്വല്ലറിയിലും എത്തിച്ചാണ് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തിയത്. പയ്യോളിയിലെ സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച സ്വർണം അവിടെ നിന്ന് തിരിച്ചെടുത്ത് പിന്നീട് കൂടുതൽ പണത്തിനായി വടകരയിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. എത്ര ഗ്രാം സ്വർണം വിൽപ്പന നടത്തി എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തിവരികയാണ്. വടകര മുട്ടുങ്ങൽ സ്വദേശി അഹമ്മദിന്റെയും ബന്ധുക്കളുടെയും അടക്കം നിക്ഷേപമായി സൊസൈറ്റിയിൽ നൽകിയ 1,20,00,000 രൂപ തിരികെ ലഭിച്ചില്ലെന്ന പരാതിയിലെ വിവരങ്ങൾ ശേഖരിക്കേണ്ട ആവശ്യത്തിലേക്കാണ് റിനീഷിനെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. വൈകിട്ട് തിരികെ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഇക്കഴിഞ്ഞ ജൂലൈ 8-നാണ് റിനീഷിനെ പോലീസ് കോട്ടയത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. നിക്ഷേപകരിൽ നിന്നും ഉയർന്ന പലിശ വാഗ്ദാനം നൽകി 5.8 കോടി രൂപ പിരിച്ചെടുത്തെങ്കിലും സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ ഈ തുക കാണുവാനില്ല. സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ 2.16 കോടി രൂപയുടെ ക്രമക്കേടും കണ്ടെത്തിയിരുന്നു. ഈ കേസിലെ രണ്ടാം പ്രതിയാണ് റിനീഷ്. ഒന്നാം പ്രതി സൊസൈറ്റിയിലെ സെക്രട്ടറി പ്രീന, സംഘം മുൻ പ്രസിഡന്റും കോൺഗ്രസ് DCC സെക്രട്ടറിയുമായിരുന്ന TV സുദേശ് കുമാർ എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.